കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സിദ്ധാർത്ഥ വർമ്മയുടെ ആഡംബരക്കാർ വേണിയുടെ വീടിന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ അത്ഭുതത്തിലായിരുന്നു. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്തിനാണ് ഈ സാധാരണ വീട്ടിൽ വന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അകത്തെ മുറിയിൽ കയ്യിലുള്ള കരാർ പേപ്പറുകൾ വിറയ്ക്കുന്ന വിരലുകളോടെ വേണി ഒന്നുകൂടി വായിച്ചു. വിവാഹം കഴിഞ്ഞ് കൃത്യം 1 വർഷം. അത് കഴിഞ്ഞാൽ വേണിക്ക് പോകാം. പകരമായി അവളുടെ അച്ഛൻ്റെ ചികിത്സാ ചെലവുകളും കുടുംബത്തിൻ്റെ കടബാധ്യതകളും സിദ്ധാർത്ഥ് ഏറ്റെടുക്കും. സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, പകരം എന്തോ ഒന്ന് നേടിയെടുക്കാനുള്ള വാശി മാത്രമായിരുന്നു. വേണി, നിനക്ക് സമ്മതമാണോ? പുറം ലോകത്തിന് മുന്നിൽ നീ എൻ്റെ ഭാര്യയാണ്, പക്ഷേ ഈ വീടിനുള്ളിൽ നമ്മൾ വെറും അപരിചിതർ മാത്രമായിരിക്കും. സമ്മതമാണെങ്കിൽ മാത്രം ഒപ്പിട്ടാൽ മതി. സിദ്ധാർത്ഥിൻ്റെ ശബ്ദത്തിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. വേണി മെല്ലെ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴികളില്ല സാർ. ഈ കരാർ എനിക്ക് സമ്മതമാണ്. അവൾ ആ പേപ്പറിൽ ഒപ്പിട്ടു. അപ്പോഴും സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ മുൻ ഭാര്യ അഞ്ജനയുടെ മുഖമായിരുന്നു. തന്നെ ചതിച്ച് മറ്റൊരുവൻ്റെ കൂടെ പോയ അവൾക്ക് മുന്നിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ ഭർത്താവായി അഭിനയിക്കാൻ തനിക്ക് വേണിയെ ആവശ്യമായിരുന്നു. പക്ഷേ ആ നിമിഷം സിദ്ധാർത്ഥ് അറിഞ്ഞില്ല, തൻ്റെ ഉള്ളിലെ പകയുടെ മഞ്ഞുരുകാൻ പോകുന്നത് വേണിയുടെ ഈ നിഷ്കളങ്കതയ്ക്ക് മുന്നിലാണെന്ന്. വിവാഹ റിസപ്ഷൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ സൂര്യോദയം എന്ന വലിയ ബംഗ്ലാവിലേക്ക് വേണി എത്തുമ്പോൾ അർദ്ധരാത്രിയായിരുന്നു. ചുവന്ന പട്ടുസാരിയും ആഭരണങ്ങളും അവൾക്കൊരു ഭാരമായി തോന്നി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ നെറ്റിയിലെ പുതിയ സിന്ദൂരവും കഴുത്തിലെ താലിയും അവൾ വിരലുകളാൽ തൊട്ടു നോക്കി. പെട്ടെന്നാണ് സിദ്ധാർത്ഥ് മുറിയിലേക്ക് വന്നത്. അവൻ തൻ്റെ കോട്ടും ടൈയും വലിച്ചെറിഞ്ഞു. മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും അസ്വസ്ഥതയും. വേണി, നിനക്ക് ഈ മുറിയിൽ കഴിയാം, പക്ഷേ ഓർക്കുക, ഇത് നമ്മൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് മാത്രമാണ്. ലോകത്തിനു മുന്നിൽ നീ സിദ്ധാർത്ഥ വർമ്മയുടെ ഭാര്യയാണ്, പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കരുത്. അവൻ്റെ വാക്കുകൾക്ക് മഞ്ഞിൻ്റെ തണുപ്പായിരുന്നു. വേണി മെല്ലെ ചോദിച്ചു, എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വലിച്ചിടിച്ചത്? എന്നേക്കാൾ സുന്ദരികളായ എത്രയോ നടിമാർ സാറിന് ചുറ്റുമുണ്ട്. സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ കണ്ണുകളിൽ പഴയ മുറിവുകളുടെ കനൽ തിളങ്ങി. സൗന്ദര്യമുള്ളവരെ എനിക്ക് വിശ്വാസമില്ല വേണി. അവരെല്ലാം അഭിനയിക്കുകയാണ്. എനിക്ക് വേണ്ടത് ഒരു പാവയാണ്. അഞ്ജനയ്ക്ക് മുന്നിൽ എനിക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. അവളേക്കാൾ സന്തോഷവാനാണ് ഞാനെന്ന് അവൾ കാണണം. അതിന് നീ സഹകരിക്കുക മാത്രം ചെയ്താൽ മതി. വേണി ഒന്നും മിണ്ടിയില്ല. ഒരു തരം ശൂന്യതയോടെ അവൾ ജനാലയ്ക്കൽ പോയി നിന്നു. പുറത്ത് പെയ്യാൻ തുടങ്ങുന്ന മഴയുടെ ശബ്ദം മാത്രം. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് എഴുന്നേറ്റപ്പോൾ കണ്ടത് മുറിയിലാകെ വന്ന മാറ്റമാണ്. തലേ ദിവസം അവൻ വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. മേശപ്പുറത്ത് ആവി പറക്കുന്ന ഒരു കപ്പ് കാപ്പി. അടുക്കളയിൽ നിന്ന് പാട്ടിൻ്റെ ചെറിയൊരു ഈണം കേട്ടു. അവൻ അങ്ങോട്ട് ചെന്നു. ചുരിദാർ ധരിച്ച് നനഞ്ഞ മുടി ഒതുക്കിക്കെട്ടി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്ന വേണി. അവൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. സാർ എഴുന്നേറ്റോ? കാപ്പി അവിടെ വെച്ചിട്ടുണ്ട്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്ന് നിന്നു. ആ പുഞ്ചിരിയിൽ ഒരു കള്ളവുമില്ലായിരുന്നു. തൻ്റെ സിനിമാ ലോകത്തെ കൃത്രിമമായ ചിരികൾക്കിടയിൽ ഇത്രയും തെളിച്ചമുള്ളൊരു മുഖം അവൻ ആദ്യമായി കാണുകയായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ അഞ്ജന എന്ന പേര് തെളിഞ്ഞു. അവൻ്റെ മുഖം കടുത്തു. അഞ്ജനയുടെ ഫോൺ കോൾ കട്ടായപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പഴയ ചതിയുടെ ഓർമ്മകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. മുന്നിൽ നിൽക്കുന്ന വേണിയെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചു. വേണി, വേഗം റെഡിയാവോ, ഇന്ന് എൻ്റെ പുതിയ സിനിമയുടെ പൂജയാണ്, നീയും വരുന്നുണ്ട്, അവൻ ആജ്ഞാപിച്ചു. സാർ, എനിക്കവിടെ ആരെയും അറിയില്ല. വേണി മടിച്ചു നിന്നു. ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇത് കരാറിൻ്റെ ഭാഗമാണ്. നീ അവിടെ എൻ്റെ കൂടെ ഉണ്ടാകണം. അഞ്ജനയും അവിടെ വരുന്നുണ്ട്, സിദ്ധാർത്ഥ് കടുപ്പത്തിൽ പറഞ്ഞു. സിനിമാ സെറ്റിൽ സിദ്ധാർത്ഥും വേണിയും കാറിൽ നിന്നിറങ്ങിയപ്പോൾ ക്യാമറ കണ്ണുകൾ അവർക്ക് ചുറ്റും കൂടി. സിദ്ധാർത്ഥ് വേണിയുടെ തോളിൽ കൈചേർത്ത് പിടിച്ചു. ലോകത്തിന് മുന്നിൽ അവർ പ്രണയ ജോഡികളായി. പക്ഷേ അവൻ്റെ ആ പിടിയിൽ സ്നേഹത്തിന് പകരം ഒരു വാശിയുണ്ടായിരുന്നു. അവിടെ ഒരു വശത്ത് അഞ്ജന നിൽപ്പുണ്ടായിരുന്നു. വേണിയുടെ ലാളിത്യവും സിദ്ധാർത്ഥ് അവൾക്ക് നൽകുന്ന പരിഗണനയും കണ്ടപ്പോൾ അഞ്ജനയുടെ മുഖം വിളറി. അവൾ കരുതിയത് സിദ്ധാർത്ഥ് തകർന്നു പോകുമെന്നാണ്. എന്നാൽ അവൻ കൂടുതൽ തിളക്കത്തോടെ മടങ്ങി വന്നിരിക്കുന്നു. ലൊക്കേഷനിലെ തിരക്കിനിടയിൽ സിദ്ധാർത്ഥ് തൻ്റെ സീനുകൾ അഭിനയിക്കുമ്പോൾ വേണി ദൂരെ ഇരുന്ന് അത്ഭുതത്തോടെ നോക്കി നിന്നു.
ക്യാമറയ്ക്ക് മുന്നിൽ അവൻ മറ്റൊരു മനുഷ്യനാണ്. എന്നാൽ ബ്രേക്ക് കിട്ടുമ്പോൾ അവൻ വീണ്ടും ആ പഴയ ദേഷ്യക്കാരനായ സിദ്ധാർത്ഥായി മാറുന്നു. ഉച്ച ഭക്ഷണ സമയത്ത് സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. വെയിലത്ത് നിന്ന് അവന് നല്ല തലവേദന ഉണ്ടായിരുന്നു. അവൻ ക്യാരവാനിൽ പോയി കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ക്യാരവാൻ്റെ വാതിൽ തുറന്നു. വേണിയാണ്. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളവും അല്പം ഗുളികകളുമുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്നും വേണ്ട, സിദ്ധാർത്ഥ് കണ്ണു തുറക്കാതെ പറഞ്ഞു. വേണി ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ അവൻ്റെ അരികിലിരുന്നു. ഒരു ചെറിയ കുപ്പിയിൽ കരുതിയിരുന്ന തൈലം എടുത്ത് അവൻ്റെ നെറ്റിയിൽ പതുക്കെ തേച്ചു കൊടുത്തു. സിദ്ധാർത്ഥ് ആദ്യം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈകളുടെ സ്പർശനത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. ആ അമ്മ മനസ്സുള്ള പെരുമാറ്റം അവനെ ശാന്തനാക്കി. അഞ്ജനയെ തോൽപ്പിക്കാൻ എന്തിനാ സാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സാറിൻ്റെ ആരോഗ്യം കളഞ്ഞിട്ടാണോ പക തീർക്കേണ്ടത്? വേണി പതുക്കെ ചോദിച്ചു. സിദ്ധാർത്ഥ് കണ്ണു തുറന്ന് അവളെ നോക്കി. ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം ഒരു നിസ്സഹായത തോന്നി. അവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചു വേണി. സ്നേഹം എന്നത് വെറും കച്ചവടമാണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. എല്ലാവരും ഒരുപോലെ അല്ല സാർ. വേണി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എവിടെയോ തറച്ചുപോയി. അതേസമയം ക്യാരവാൻ്റെ പുറത്തുനിന്ന് അഞ്ജന ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയോട് അടുക്കുന്നത് അവൾക്ക് സഹിക്കാനായില്ല. അവരെ തമ്മിൽ അകറ്റാൻ അഞ്ജന ഒരു കെണി ഒരുക്കാൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥിനും വേണിക്കും ഇടയിൽ വളരുന്ന അടുപ്പം അഞ്ജനയെ വല്ലാതെ അസ്വസ്ഥയാക്കി. സിദ്ധാർത്ഥിനെ തിരിച്ചു കിട്ടാനല്ല, മറിച്ച് അവൻ്റെ സന്തോഷം തകർക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനായി അവൾ ഒരു ചതി ഒരുക്കി. ലൊക്കേഷനിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് വേണിയുടെ കയ്യിൽ ഒരു പൊതി കൊടുത്തുവിട്ടു. ഇത് സിദ്ധാർത്ഥ് സാറിന് കൊടുക്കാൻ പറഞ്ഞതാണ് എന്ന് വിശ്വസിപ്പിച്ച് അവൾ അത് വാങ്ങി. എന്നാൽ അതിനുള്ളിൽ മയക്കുമരുന്നാണെന്നോ നിരോധിക്കപ്പെട്ട സാധനമാണെന്നോ വേണി അറിഞ്ഞില്ല. പെട്ടെന്ന് ലൊക്കേഷനിൽ പോലീസ് പരിശോധന നടക്കുന്നു എന്ന വാർത്ത വരുന്നു. അഞ്ജന തന്നെയായിരുന്നു പോലീസിനെ വിളിച്ചത്. വേണിയുടെ ബാഗിൽ നിന്ന് ആ പൊതി കണ്ടെടുക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ പേര് ചീത്തയാകുമെന്നും അവൻ അവളെ വെറുക്കുമെന്നും അഞ്ജന കണക്കുകൂട്ടി. പോലീസ് എത്തിയപ്പോൾ സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു. വേണി പേടിച്ചും വിറച്ചും അവൻ്റെ പിന്നിൽ ഒളിച്ചു. ബാഗുകൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അഞ്ജന വിജയഭാവത്തിൽ നോക്കി നിന്നു. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. അഞ്ജന സ്തംഭിച്ചുപോയി. സത്യത്തിൽ വേണി ആ പൊതി വാങ്ങുന്നത് സിദ്ധാർത്ഥിൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ കണ്ടിരുന്നു. സംശയം തോന്നിയ അയാൾ അത് സിദ്ധാർത്ഥിനെ അറിയിച്ചു. സിദ്ധാർത്ഥ് നേരത്തെ തന്നെ ആ പൊതി അവിടുന്ന് മാറ്റിയിരുന്നു. പോലീസ് പോയി കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അഞ്ജനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ്റെ മുഖം വല്ലാതെ ചുവന്നു. ഇനി ഇത്തരം കളികളുമായി വന്നാൽ സിദ്ധാർത്ഥ് വർമ്മ ആരാണെന്ന് നീ അറിയും. എൻ്റെ ഭാര്യയെ തൊടാൻ നിനക്ക് ധൈര്യമുണ്ടോ? അവൻ്റെ ശബ്ദം ലൊക്കേഷൻ മുഴുവൻ മുഴുങ്ങി. ആദ്യമായി സിദ്ധാർത്ഥ് വേണിയെ എൻ്റെ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചത് കേട്ട് വേണിയുടെ ഉള്ളിൽ ഒരു മയിൽപ്പീലി തടഞ്ഞതുപോലെ തോന്നി. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ അവർ രണ്ടുപേരും മിണ്ടിയില്ല. കാർ വീടിന് മുന്നിൽ നിർത്തിയപ്പോൾ വേണി പതുക്കെ പറഞ്ഞു, നന്ദി സാർ, എന്നെ വിശ്വസിച്ചതിന്. സിദ്ധാർത്ഥ് സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിച്ചു. ഞാൻ നിന്നെ വിശ്വസിച്ചതല്ല വേണി, എൻ്റെ അഭിമാനം സംരക്ഷിച്ചതാണ്. പക്ഷേ അവൻ ഒന്ന് നിർത്തി. പക്ഷെ നിന്റെ കണ്ണുകളിലെ ആ പേടി കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അന്ന് രാത്രി സിദ്ധാർത്ഥിന് ഉറക്കം വന്നില്ല. അവൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ താഴെ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന വേണിയെ കണ്ടു. നിലാവെളിച്ചത്തിൽ അവൾ ഒരു മാലാഖയെപ്പോലെ തോന്നി. താൻ തുടങ്ങി വെച്ച ഈ പ്രതികാര നാടകത്തിൽ സത്യത്തിൽ വേണിയാണോ അതോ തൻ്റെ ഹൃദയമാണോ തടവിലാക്കപ്പെട്ടതെന്ന് അവൻ സ്വയം ചോദിച്ചുപോയി. അന്ന് രാത്രി അപ്രതീക്ഷിതമായാണ് വേണിക്ക് കഠിനമായ പനി ബാധിച്ചത്. ലൊക്കേഷനിലുണ്ടായ ടെൻഷനും മഴ നനഞ്ഞതുമെല്ലാം അവളെ തളർത്തിയിരുന്നു. പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയ വേണിയുടെ ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് സിദ്ധാർത്ഥ് ഓടിയെത്തിയത്. അവളുടെ നെറ്റിയിൽ തൊട്ട സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. ശരീരം കനൽ പോലെ പൊള്ളുന്നു. വേണി, വേണി, അവൻ വിളിച്ചു. അവൾ കണ്ണു തുറന്നില്ല. സിദ്ധാർത്ഥ് പരിഭ്രമിച്ചു. എന്നും തനിക്ക് ചുറ്റും സഹായികൾ ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ ഇന്ന് ആദ്യമായി ഒരാൾക്ക് വേണ്ടി അവൻ ഒറ്റയ്ക്കോടി. വെള്ളം നനച്ച തുണി അവളുടെ നെറ്റിയിൽ വെച്ച് അവൻ മണിക്കൂറുകളോളം അരികിലിരുന്നു. പനിയുടെ തളർച്ചയിൽ വേണി പതുക്കെ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കല്ലേ, അവൾ ഉറക്കത്തിൽ വിളിച്ചു. വിറച്ചു. അവളുടെ ആ വിളി സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ എവിടെയോ സ്പർശിച്ചു. പ്രശസ്തിയുടെയും പണത്തിൻ്റെയും ലോകത്ത് എല്ലാവരും തന്നെ ഒരു വിഗ്രഹത്തെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിക്ക് താൻ വെറും ഒരു ആശ്രയം മാത്രമാണ്. അവൻ പതുക്കെ അവളുടെ തലയിൽ തലോടി. പേടിക്കേണ്ട വേണി, ഞാനിവിടെയുണ്ട്. ആ വാക്കുകൾ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്നും വന്നതായിരുന്നു. അടുത്ത ദിവസം രാവിലെ വേണി കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തൻ്റെ കട്ടിലിനരികിലെ കസേരയിൽ ഇരുന്നുറങ്ങുന്ന സിദ്ധാർത്ഥിനെയാണ്.
അവൻ്റെ മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. സിനിമ സ്ക്രീനിലെ നായകനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ രൂപമെന്ന് അവൾക്ക് തോന്നി. അവൻ ഉറക്കമുണർന്നപ്പോൾ വേണി വേഗം കണ്ണുകൾ പിൻവലിച്ചു. പനി കുറവുണ്ടോ? അവൻ ഗൗരവം നടിക്കാൻ ശ്രമിച്ച് ചോദിച്ചു. ഉണ്ട് സാർ. സാർ എന്തിനാ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നത്? ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നല്ലോ. സിദ്ധാർത്ഥ് എഴുന്നേറ്റു. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ കരാറിനെ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ വീണ്ടും തൻ്റെ കഠിനമായ മുഖംമൂടി അണിഞ്ഞു. പക്ഷേ അവൻ പോയി കഴിഞ്ഞപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന മരുന്നുകളും ആപ്പിൾ കഷ്ണങ്ങളും കണ്ട് വേണിക്ക് ചിരി വന്നു. അവൻ എത്ര മറച്ചു പിടിച്ചാലും ആ ഉള്ളിൽ ഒരു നന്മയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. 2 ദിവസത്തിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ അമ്മ അപ്രതീക്ഷിതമായി വീട്ടിലെത്തി. വേണിയെ കണ്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജനയുമായുള്ള വിവാഹം സിദ്ധാർത്ഥിന് എത്രത്തോളം തകർത്തുവെന്ന് അവർക്കറിയാമായിരുന്നു. മോളെ, ഇവൻ പുറമേ ഇത്തിരി പരുക്കനാ, പക്ഷെ ഉള്ളിൽ പാവമാണ്. നീ കൂടെയുള്ളപ്പോൾ അവന് ഒരു മാറ്റമുണ്ട്. അമ്മ വേണിയുടെ കൈ പിടിച്ചു പറഞ്ഞു. അന്നത്തെ അത്താഴം കഴിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഒരു കാര്യം പറഞ്ഞു. അടുത്ത ആഴ്ച എൻ്റെ പുതിയ പടത്തിൻ്റെ പ്രീമിയർ ഷോയാണ്. ദുബായിൽ വെച്ച് നീയും എൻ്റെ കൂടെ വരണം. അഞ്ജനയും അവിടെ ഉണ്ടാകുമെന്ന് വേണിക്ക് ഉറപ്പായിരുന്നു. ഈ യാത്ര തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് അഭിമുഖമായുള്ള ആഡംബര ഹോട്ടലിൽ പ്രീമിയർ ഷോയുടെ ആഫ്റ്റർ പാർട്ടി നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സിനിമാ താരങ്ങളും ബിസിനസ്സുകാരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഒരു കടും പച്ച നിറത്തിലുള്ള കാഞ്ചീപുര സാരിയും ലളിതമായ ആഭരണങ്ങളും ധരിച്ച വേണി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരികൾക്കിടയിൽ അവളുടെ ആ പ്രകൃതിദത്തമായ ഭംഗി വേറിട്ടു നിന്നു. സിദ്ധാർത്ഥ് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണിയെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു അഭിമാനം നിഴലിച്ചിരുന്നു. പാർട്ടിക്കിടയിൽ അഞ്ജന സിദ്ധാർത്ഥിനെ തനിച്ചു കിട്ടാൻ ഒരു അവസരം നോക്കി നിന്നു. ഒടുവിൽ അവൾ അവൻ്റെ അരികിലെത്തി. സിദ്ധാർത്ഥ്, ഇത്ര വേഗം നീ എന്നെ മറന്നോ? ഈ ഗ്രാമീണ പെൺകുട്ടിയെ വെച്ച് നീ എന്തിനാണ് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിനക്കറിയാം നീ ഇപ്പോഴും എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്, അഞ്ജന പരിഹാസത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അഞ്ജന, നീ പറഞ്ഞത് ശരിയാണ്. നീ എനിക്ക് ഒരു വലിയ പാഠം തന്നു. പക്ഷെ വേണി, അവൾ എനിക്കൊരു മറുമരുന്നാണ്. നീ തന്ന മുറിവുകൾക്കുള്ള മരുന്ന്. ഇത് കേട്ട് നിന്ന വേണിയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞെങ്കിലും താനൊരു മരുന്ന് മാത്രമാണോ എന്ന ചോദ്യം അവളെ വേദനിപ്പിച്ചു. അവൾ പതുക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ഹോട്ടലിൻ്റെ ബാൽക്കണിയിലേക്ക് നടന്നു. ദുബായ് നഗരത്തിൻ്റെ വെളിച്ചം നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ ഒരാൾ വന്നു നിൽക്കുന്നത് അവൾ അറിഞ്ഞു. അത് സിദ്ധാർത്ഥായിരുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? പാർട്ടി ഇഷ്ടപ്പെട്ടില്ലേ? അവൻ മൃദുവായി ചോദിച്ചു. സാർ, നമ്മുടെ കരാർ കഴിയാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. അഞ്ജന മാഡം പറഞ്ഞത് ശരിയാണോ? എന്നെ വെച്ച് അവരെ തോൽപ്പിക്കുകയാണോ സാറിൻ്റെ ലക്ഷ്യം? വേണി വിതുമ്പലോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. അവൻ വേണിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. ആദ്യം അങ്ങനെയായിരുന്നു വേണി. പക്ഷേ ഇപ്പോൾ നീ ഇല്ലാത്തൊരു വീടിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ കരാർ ഒപ്പിടുമ്പോൾ ഞാൻ കണ്ട വേണിയല്ല നീ ഇപ്പോൾ എനിക്ക്. അവൻ വേണിയുടെ കൈകൾ പതുക്കൻ തൻ്റെ കൈക്കുള്ളിലാക്കി. സിദ്ധാർത്ഥിൻ്റെ സ്പർശനത്തിൽ ആദ്യമായി വേണി പ്രണയത്തിൻ്റെ ചൂടറിഞ്ഞു. നമുക്ക് ഈ കരാർ അങ്ങ് റദ്ദാക്കിയാലോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വേണിയൊന്നും പറഞ്ഞില്ല. അവളുടെ മൗനം സമ്മതമായിരുന്നു. എന്നാൽ അവരുടെ ഈ സന്തോഷം തകർക്കാൻ അഞ്ജന ഒരു വലിയ ചതി ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്തിരുന്നു. നാട്ടിലുള്ള വേണിയുടെ അച്ഛനെക്കുറിച്ചുള്ള ഒരു രഹസ്യം അവൾ കണ്ടുപിടിച്ചിരുന്നു. ദുബായിൽ നിന്നും മടങ്ങിയെത്തിയ ഉടനെ വേണിയെ കാത്തിരുന്നത് വലിയൊരു ആഘാതമായിരുന്നു. വേണിയുടെ അച്ഛൻ ആശുപത്രിയിലാണെന്ന വാർത്ത അഞ്ജനയാണ് അവളെ അറിയിച്ചത്. പക്ഷേ അതൊരു കെണിയായിരുന്നു. നാട്ടിലെത്തിയ വേണിയെ അഞ്ജനയും കൂട്ടാളികളും തടഞ്ഞു വെച്ചു. സിദ്ധാർത്ഥിനെ തകർക്കാൻ വേണിയെക്കൊണ്ടൊരു കള്ളമൊഴി പറയിപ്പിക്കുക എന്നതായിരുന്നു അഞ്ജനയുടെ ലക്ഷ്യം. സിദ്ധാർത്ഥ് തന്നെ പണം നൽകി നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാണെന്നും അയാൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നും വീഡിയോയിൽ പറയാൻ അവർ അവളെ നിർബന്ധിച്ചു. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ ചികിത്സ ഞാൻ തടയും. അയാൾ ഈ നിമിഷം മരിച്ചു പോകും. അഞ്ജന അലറി. വേണി കരഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. പക്ഷേ അവൾ അപ്രതീക്ഷിതമായി പറഞ്ഞു. സാർ എന്നെ ചതിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അയാളാണ്. നിങ്ങളുടെ ഈ ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ല. അഞ്ജന ദേഷ്യപ്പെട്ട് വേണിയെ അടിക്കാൻ കൈയോങ്ങിയതും മുറിയുടെ വാതിൽ തകർത്ത് സിദ്ധാർത്ഥ് അകത്തേക്ക് കടന്നു വന്നു.
സിദ്ധാർത്ഥ് വേണിയുടെ ഡ്രൈവറുടെ സഹായത്തോടെ അവളുടെ ലൊക്കേഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. സിദ്ധാർത്ഥിനെ കണ്ടതും അഞ്ജന ഭയന്നു വിറച്ചു. നിന്റെ കളി അവസാനിച്ചു അഞ്ജന. സിദ്ധാർത്ഥിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. നീ വിചാരിച്ചത് പഴയ സിദ്ധാർത്ഥാണ് ഞാനെന്നാണ്. പക്ഷേ ഈ പെൺകുട്ടി എനിക്ക് തന്നത് വലിയൊരു കരുത്താണ്. നീ ചെയ്ത എല്ലാ ചതികളുടെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പോലീസ് പുറത്തുണ്ട്. അഞ്ജനയെ പോലീസ് കൊണ്ടുപോയി. മുറിയിൽ സിദ്ധാർത്ഥും വേണിയും മാത്രം ബാക്കിയായി. പേടിച്ചു വിറയ്ക്കുന്ന വേണിയെ സിദ്ധാർത്ഥ് ചേർത്ത് പിടിച്ചു. സാർ, കരാർ കാലാവധി തീരാൻ കാത്തു നിൽക്കാതെ ഞാൻ പോകാമെന്ന് കരുതിയതാ. വേണി വിതുമ്പി. സിദ്ധാർത്ഥ് അവളുടെ മുഖം കൈകളിൽ എടുത്തു. കരാറോ? ഏത് കരാർ? അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ പഴയ കരാർ പേപ്പറുകൾ എടുത്ത് അവളുടെ മുന്നിലിട്ട് കഷ്ണങ്ങളായി കീറിക്കളഞ്ഞു. നമ്മുടെ ഇടയിൽ ഇനി കരാറുകളില്ല വേണി. പ്രണയം മാത്രമേ ഉള്ളൂ. ഒരു സിനിമയിലെ നായകനായിട്ടല്ല, നിന്റെ ജീവിതത്തിലെ നായകനായി എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. വരുന്നുണ്ടോ എൻ്റെ കൂടെ? വേണി മറുപടി പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണീർ സിദ്ധാർത്ഥിന് ഷർട്ടിൽ പടർന്നു. പക്ഷേ അത് സങ്കടത്തിൻ്റെതല്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിൻ്റെ പുതിയ സിനിമയുടെ അവാർഡ് ദിശ സ്റ്റേജിൽ അവാർഡ് വാങ്ങാൻ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് മൈക്കിലൂടെ പറഞ്ഞു, ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ഭാര്യ വേണിക്കാണ്. അഭിനയത്തിൻ്റെ ലോകത്ത് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മനസ്സിനെ സത്യസന്ധത കൊണ്ട് തിരിച്ചു പിടിച്ചവൾ. ക്യാമറയ്ക്ക് മുന്നിൽ പതറാതെ നിറഞ്ഞ ചിരിയോടെ സദസ്സിലിരിക്കുന്ന വേണിയെ നോക്കി അവൻ കണ്ണു ചിമ്മി. വെറുമൊരു കോൺട്രാക്റ്റ് ആയി തുടങ്ങിയ ആ ബന്ധം കാലം കാത്തുവെച്ച ഏറ്റവും മനോഹരമായ പ്രണയകാവ്യമായി മാറി. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നു. വലിയ ബംഗ്ലാവ് പതിവിലെ ശാന്തമായിരുന്നു. വേണി ജനാലയ്ക്കിൽ നിന്ന് പെയ്യുന്ന മഴ നോക്കി നിൽക്കുകയായിരുന്നു. തൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് മാറി മറിഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് പിന്നിലൂടെ വന്ന സിദ്ധാർത്ഥ് അവളുടെ തോളിൽ കൈവച്ചു. വേണി ഒന്ന് വിറച്ചു. പക്ഷേ ആ സ്പർശനത്തിന് വലിയൊരു സുരക്ഷാബോധം നൽകാൻ കഴിഞ്ഞു. ഇപ്പോഴും പേടി മാറിയില്ലേ വേണി? സിദ്ധാർത്ഥ് അവളോട് കാതോരം മൃദുവായി ചോദിച്ചു. പേടിയല്ല സാർ, ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ആ കരാർ അവസാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ പഴയ ചെറിയ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് കരുതിയത്. സിദ്ധാർത്ഥ് അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ദേഷ്യമോ പകയോ ഇല്ല. പകരം സ്നേഹം കൊണ്ട് നിറഞ്ഞ 1000 തിളക്കങ്ങൾ മാത്രം. ഇനി നീ പോകുന്നത് എങ്ങോട്ടാണെങ്കിലും ഞാനും നിൻ്റെ കൂടെ ഉണ്ടാകും. സിനിമയിലെ ഡയലോഗ് അല്ല വേണി, ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. പണ്ട് എനിക്ക് നഷ്ടപ്പെട്ട വിശ്വാസം നീയാണ് എനിക്ക് തിരിച്ചു തന്നത്. സിദ്ധാർത്ഥ് പെതുക്കെ അവളുടെ നെറ്റിയിൽ തലോടി. നമ്മുടെ കല്യാണം ഒരു കരാറായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് നിന്നെ വീണ്ടും വിവാഹം കഴിക്കണം, ഒരു കരാറുകളുമില്ലാതെ. ഹൃദയങ്ങൾ തമ്മിലുള്ള ഓടമ്പടിയോടെ വേണി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചായച്ചു. സിദ്ധാർത്ഥ് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. പുറത്തു മഴയുടെ ശബ്ദവും അകത്ത് അവരുടെ ഹൃദയമിടിപ്പും മാത്രം. ഇനി എന്നെ സാർ എന്ന് വിളിക്കരുത്, അവൻ കുസൃതിയോടെ പറഞ്ഞു. പിന്നെന്താ വിളിക്കേണ്ടത്? വേണി കണ്ണുയർത്തി നോക്കി. നിന്റെ ഇഷ്ടം പോലെ, പക്ഷേ അതിൽ കുറച്ച് സ്നേഹം കൂടുതലുണ്ടായിരിക്കണം. അവൻ പെതുക്കെ അവളുടെ മുഖമുയർത്തി. ആ നിമിഷം അവർക്കിടയിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലായിരുന്നു. നിലാവെളിച്ചവും മഴയുടെ തണുപ്പും അവർക്ക് സാക്ഷിയായി. പ്രതികാരമായി തുടങ്ങിയ ആ യാത്ര മനോഹരമായ ഒരു അനുരാഗമായി ആ മുറിയിൽ പൂത്തുലഞ്ഞു.